പുനഃപരിശോധനാ ഹർജിയിൽ സുപ്രീം കോടതിയിൽ രൂക്ഷ വാദപ്രതിവാദം. രേഖകൾ മോഷ്ടിച്ച് വാർത്ത നൽകിയ ലേഖകർക്കും അഭിഭാഷകരുമെതിരെ ക്രിമിനൽ കേസ് എടുക്കുമെന്ന് അറ്റോർണി ജനറൽ. അഴിമതി പുറത്തു കൊണ്ടുവരാൻ മോഷ്ടിച്ച രേഖകൾ പ്രസക്തമെങ്കിൽ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി മുൻപും പറഞ്ഞിട്ടില്ലേയെന്ന് ജസ്റ്റിസ് കെ.എം. ജോസഫിന്റെ ചോദ്യം. അറ്റോർണി ജനറൽ വസ്തുത പുറത്തു കൊണ്ടുവരുന്നവരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ആരോപിച്ചു. സുപ്രീം കോടതിയിൽ വാദം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഇപ്പോഴും വാദപ്രതിവാദങ്ങൾ രൂക്ഷമായി തന്നെ തുടരുകയാണോ? വിശദാംശം. തീർച്ചയായും അശ്വതി, റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിലാണ് സുപ്രീം കോടതിയിൽ വാദം നടക്കുന്നത്. ആ വാദം മുഴുവൻ റഫാൽ ഇടപാടിലെ രേഖകൾ മോഷ്ടിച്ചിരിക്കുന്നു എന്ന കാര്യത്തിലേക്ക് ഇപ്പോൾ കേന്ദ്രീകരിക്കുകയാണ്. റഫാൽ ഇടപാടിൽ പുനഃപരിശോധനാ ഹർജി നൽകിയവരും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ റിപ്പോർട്ട് പുറത്തുവിട്ട ദി ഹിന്ദു ദിനപത്രവും രേഖകൾ മോഷ്ടിച്ച രേഖകൾ പ്രകാരമാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നതെന്നാണ് അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത്. പ്രതിരോധ മന്ത്രാലയത്തിലെ റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട രഹസ്യ സ്വഭാവമുള്ള രേഖകളാണ് മോഷ്ടിച്ചിരിക്കുന്നത്. ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം 3 വർഷം മുതൽ 14 വർഷം വരെ ശിക്ഷ ലഭിക്കേണ്ട കുറ്റമാണ് ഇതെന്നാണ് അറ്റോർണി ജനറൽ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ 2 ദിനപത്രങ്ങൾക്കും ഒരു മുതിർന്ന അഭിഭാഷകനുമെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ പോവുകയാണെന്നും അറ്റോർണി ജനറൽ അറിയിച്ചു. ഈ രേഖകൾ പരിശോധിക്കാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ കോടതിയിൽ ചർച്ച നടക്കുന്നത്. 3 അംഗ ബെഞ്ചിലെ ജസ്റ്റിസ് കെ.എം. ജോസഫ് വളരെ ശക്തമായി തന്നെ ഈ രേഖകൾ പരിശോധിക്കാൻ കോടതിക്ക് കഴിയുമെന്ന വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അറ്റോർണി ജനറൽ പറയുന്നത് ഈ രേഖകൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളിലേക്ക് കടക്കാതെ മോഷ്ടിച്ച രേഖകളുടെ വിഷയം പരിഗണിച്ചുകൊണ്ട് പുനഃപരിശോധനാ ഹർജികൾ തള്ളണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ കോടതി ഇതുവരെയും അതിന് തയ്യാറായിട്ടില്ല. രേഖകൾ പ്രസക്തമെന്ന് കണ്ടാൽ അത് പരിശോധിക്കാൻ കഴിയും. അത്തരത്തിലുള്ള കോടതിയുടെ വിധികളുണ്ട് എന്നാണ് അറ്റോർണി ജനറലിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ രേഖകൾ മോഷ്ടിച്ചു എന്ന വിവാദം തന്നെ കേന്ദ്ര സർക്കാർ പുതുതായാണ് സുപ്രീം കോടതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേവലം ആഭ്യന്തര അന്വേഷണം മാത്രമാണ് നടന്നിരിക്കുന്നതെന്നും അറ്റോർണി ജനറൽ പറയുന്നു. ഏതായാലും ഇപ്പോഴത്തെ ഒരു വാദം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പുനഃപരിശോധനാ ഹർജിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കടക്കുക. പുതിയ രേഖകൾ പരിശോധിച്ചുകൊണ്ട് വിധി പുനഃപരിശോധിക്കണമോ കൂടുതൽ വാദം കേൾക്കണമോ എന്നൊക്കെ കോടതി തീരുമാനിക്കാൻ പോകുന്നത്. പക്ഷേ ഈ രേഖകൾ മോഷണം പോയിരിക്കുന്നു എന്നത് കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഉത്തരവാദിത്തമായി മാറുന്നു. മാത്രമല്ല പുറത്തു വന്ന ഈ രേഖകൾ പ്രകാരമുള്ള വിവരങ്ങൾ ശരിവയ്ക്കുകയും ചെയ്യുകയാണ് സർക്കാർ. ശരി, എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്.